ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇറാന് തിരിച്ചടിയാകുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഹോർമുസിലൂടെ കടന്നുപോയ വാണിജ്യ കപ്പലുകളിൽ 80% ഒമാൻ തീരത്തോട് ചേർന്നുള്ള പാത ഉപയോഗിച്ചുവെന്നാണ് കപ്പൽ ഗതാഗത ഡേറ്റ ഉദ്ധരിച്ചുകൊണ്ട് വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുന്ന കെപ്ലറിന്റെ കണക്കുകളാണ് ഇതിനാധാരമായിട്ടുള്ളത്. ഇറാൻ നേരത്തെ നിയന്ത്രണം അവകാശപ്പെട്ടിരുന്ന ഹോർമുസിൽ അമേരിക്കൻ നാവികസേന സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതോടെ കപ്പലുകൾ ഒമാനി പാതയിലേക്ക് മാറിയെന്നാണ് കണക്കുകൂട്ടുന്നത്. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കൻ നാവികസേന നിരീക്ഷണം ശക്തമാക്കിയെന്നും പറയുന്നു. ഇറാൻ നിർദ്ദേശിക്കുന്ന പാത ഒഴിവാക്കി ഒമാൻ ഭാഗത്തു കൂടിയുള്ള പാത തിരഞ്ഞെടുക്കുന്ന കപ്പലുകളുടെ എണ്ണവും അങ്ങനെ വർദ്ധിച്ചു. ഹോർമുസിലെ ഇറാന്റെ സ്വാധീനത്തെക്കുറിച്ച് തന്നെയാണ് ഇതിന് പിന്നാലെ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ചില കപ്പലുകൾ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് ഈ യാത്ര നടത്തിയതെന്നും പറയുന്നു. അതേസമയം അമേരിക്കയും ഇറാനും ഹോർമുസിന്റെ കാര്യത്തിൽ ഇപ്പോഴും നേർക്കുനേർ നിലപാടിലാണ്. കടലിടുക്ക് തുറന്നു തന്നെയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാദമുന്നയിക്കുമ്പോൾ അമേരിക്ക ധാരണയിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ ഹോർമുസിലെ കപ്പൽ ഗതാഗത നിയന്ത്രണം തുടരുമെന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗറും നിലപാട് ഘടിപ്പിച്ചു. അതായത് കടലിടുക്ക് പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നോ തുറന്നു കിടക്കുന്നോ എന്നതിലുപരി ആരാണ് യഥാർത്ഥത്തിൽ കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കപ്പൽ ഗതാഗതത്തിലെ ഈ പുതിയ കണക്കുകൾ ഇറാന്റെ തന്ത്രപ്രധാനമായ സ്വാധീനത്തിന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.